തെന്നിന്ത്യൻ സൂപ്പർ താരവും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയുടെ റാലിക്കിടെ 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ കൂടുതൽ ടി.വി.കെ നേതാക്കളുടെ അറസ്റ്റിന് ഒരുങ്ങുകയാണ് തമിഴ്നാട് പോലീസ്. ടി.വി.കെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. ഇന്നലെ ടി.വി.കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മതിയഴകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ഇട്ട ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. എൻ.ഡി.എയുടെയും കോൺഗ്രസിന്റെയും പ്രത്യേക സംഘം ഇന്ന് കരൂർ സന്ദർശിച്ചിരുന്നു. അപകടം നടന്ന സ്ഥലവും കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളവരെയുമാണ് സംഘം കണ്ടത്. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് എൻ.ഡി.എയുടെ ആവശ്യം. എന്നാൽ DMK സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ടി.വി.കെ ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ടി.വി.കെയുടെ പൊതുസമ്മതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരൂർ ദുരന്തം സംഭവിച്ചതെന്നായിരുന്നു ടി.വി.കെയുടെ വാദം. രാഷ്ട്രീയ വൈരത്തിന്റെ ഫലമാണ് 41 പേരുടെ ജീവനെടുത്ത സംഭവമുണ്ടായത്. DMK നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ വൈരാഗ്യമാണ് ഈ സംഭവം ഉണ്ടാകാൻ കാരണമെന്നും ടി.വി.കെ നേതാക്കൾ ആരോപിച്ചിരുന്നു. ടി.വി.കെയുടെ റാലികൾക്ക് സർക്കാർ എപ്പോഴും തടസ്സം നിൽക്കുകയാണ്. റാലികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ അനുമതി നൽകാൻ സർക്കാർ വിസമ്മതിക്കുകയാണ്. റാലിക്ക് അനുവദിച്ച വേദികൾ പലതും വളരെ സൗകര്യം കുറഞ്ഞവയാണ്. കരൂരിലെ റാലിക്കിടെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടു. ആൾക്കൂട്ടത്തിനെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. ഇതാണ് അപകടത്തിന് പ്രധാന കാരണമെന്നും ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ടി.വി.കെയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആദവ് അർജുനയായിരുന്നു ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കരൂരിൽ വിജയുടെ റാലി വൻ ദുരന്തത്തിൽ കലാശിച്ചത്. നിശ്ചയിച്ചതിലും 6 മണിക്കൂർ വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിജയ് ഈ പരിപാടിക്ക് എത്തിയത്. ഈ സമയം അത്രയും വെള്ളം പോലും കുടിക്കാതെ ആളുകൾ കാത്തു നിന്നിരുന്നു. വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് ആളുകൾക്ക് കുപ്പിവെള്ളം എറിഞ്ഞു കൊടുത്തു. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ആളുകൾ ഈ കുപ്പിവെള്ളം പിടിക്കാൻ തിരക്ക് കൂട്ടിയതോടെ തിരക്കുമുണ്ടായി. അതോടെ ആളുകൾ കുഴിഞ്ഞു വീഴാനും തുടങ്ങി. ഈ സമയം ഒരു 6 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായ വിവരം വിജയ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. അധികം വൈകാതെ തന്നെ പ്രസംഗം അവസാനിപ്പിച്ച് വിജയ് ആ സ്ഥലത്ത് നിന്ന് പോരുകയും ചെയ്തു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ടി.വി.കെ പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആദ്യ ദിവസം 38 പേരായിരുന്നു മരിച്ചത്. പിന്നീട് 3 മരണം കൂടി സ്ഥിരീകരിച്ചു. നിലവിൽ 7 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരിൽ 2 പേരെ വിദഗ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ യോഗങ്ങൾ നടക്കുമ്പോൾ പാർട്ടി വളണ്ടിയർമാർ ഉണ്ടാകുമെങ്കിലും പോലീസാണ് ജനക്കൂട്ടം നിയന്ത്രിക്കേണ്ടത്. വിജയനെയും അയാളുടെ പാർട്ടിയെയും കുഴപ്പത്തിലാക്കാൻ ഭരണകക്ഷിയായ DMK സുരക്ഷാ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്ന ആരോപണങ്ങളും ഉണ്ട്. തമിഴർ എന്നത് വളരെയധികം സ്നേഹമുള്ള ഒരു ജനതയാണ്. നേതാക്കളോടുള്ള അവരുടെ ദൈവികമായ ഈ ആരാധന തലമുറകളായി അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. തങ്ങൾ താഴേക്കിടയിലുള്ള ആളുകളാണെന്നും തങ്ങളെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്നും സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും അവർ സ്വപ്നം കാണുന്നുണ്ട്. MGR, ജയലളിത, കരുണാനിധി എന്നിവരിലൊക്കെ അവർ രക്ഷകരെ കണ്ടിരുന്നു. കമൽഹാസൻ ഒക്കെ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാതെ പോയതും ഏറെ നാൾ പ്ലാൻ ചെയ്തിട്ടും രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് വരാതെ മാറിപ്പോയതുമായ സാഹചര്യത്തിൽ വിജയിന്റെ വരവ് അവർക്കൊരു ആഘോഷമായിരുന്നു. MGR മരിച്ചപ്പോൾ കലാപങ്ങൾ നടന്ന നാടാണ് തമിഴ്നാട്. ലക്ഷക്കണക്കിന് ആളുകൾ ചെന്നൈ നഗരത്തിൽ ഇറങ്ങി കടകളും ബസ്സുകളുമൊക്കെ ആക്രമിച്ചു. ചിലർ ആത്മഹത്യ ചെയ്തു. ജയലളിത മരിച്ചപ്പോഴും 5-6 പേർ ആത്മഹത്യ ചെയ്തിരുന്നു. നിരവധി സ്ഥലത്ത് ലഹളകളുണ്ടായി. സർക്കാരിനും പോലീസിനും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇവരുടെ അമിതമായ വികാരപ്രകടനം. ഇപ്പോൾ അവരുടെ രക്ഷകൻ എന്ന് കരുതുന്ന വിജയ് വരുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളുമായി വരെ അവർ എത്തുന്നത്. ഗർഭിണികളായ സ്ത്രീകളും വിവാഹം കഴിക്കാൻ പോകുന്നവരുമൊക്കെ ആ ജനസാഗരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ദുരന്തത്തിൽ വിജയ് മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ആരാധനയെക്കുറിച്ച് അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മുൻകരുതലുകൾ എടുക്കാമായിരുന്നു എന്നത് നിഷേധിക്കാനും കഴിയില്ല. വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് എതിരാളികൾ വിചാരിക്കുന്നതിലും മേലെയാണ്. രാഷ്ട്രീയ പ്രവേശനം മുതൽ അത് വർദ്ധിച്ചു വരികയാണ്. DMKക്കും BJPക്കും യഥാർത്ഥത്തിൽ ഒരേപോലെ തലവേദനയാണ് ദളപതി വിജയ് എന്ന പുത്തൻ രാഷ്ട്രീയക്കാരൻ. ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു നേതാവ് കൂടെ ഉദയം ചെയ്യും. അത് തടയാൻ ഭരണകക്ഷി ശ്രമിച്ചിരുന്നോ എന്ന കാര്യം കൂടെ ഇപ്പോൾ അന്വേഷിക്കേണ്ടതുണ്ട്.